Next section is cut vertices and connectivity. Definition: a vertex V of a graph G is called a cut vertex or an articulation point if omega of G minus V is greater than omega of G. Okay. So ഒരു വെർട്ടെക്സിനെ നമ്മൾ എപ്പോഴാണ് കട്ട് വെർട്ടെക്സ് അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി ആകുമ്പോഴാണ്. ഒമേഗ ഓഫ് ജി എന്താണ്? ജി എന്ന ഗ്രാഫിലെ കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എണ്ണത്തിനെയാണ് ഒമേഗ ഓഫ് ജി ഡിനോട്ട് ചെയ്യുന്നത്. സോ വി എന്ന് പറയുന്നത് ഒരു കട്ട് വെർട്ടെക്സ് ആവണം എന്നുണ്ടെങ്കിൽ ജി മൈനസ് വി എന്ന ഗ്രാഫിലെ കമ്പോണൻസിൻ്റെ എണ്ണം, കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എണ്ണം ജി എന്ന ഗ്രാഫിനേക്കാളും കൂടുതലാവണം. അതായത് ഒമേഗ ഓഫ് ജി മൈനസ് വി എന്താവണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. ദെൻ വി കോൾ വി ആസ് എ കട്ട് വെർട്ടെക്സ്. ഇൻ അതർ വേർഡ്സ്, a vertex V is a cut vertex of G if its deletion disconnects some connected component of G, thereby producing a subgraph having more connected components than G has. ഇത് നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ഒരു വെർട്ടെക്സ് വി കട്ട് വെർട്ടെക്സ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിലീഷൻ, ഓക്കെ, ഈ വിനെ നമ്മൾ ജിയിൽ നിന്നും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവണം. അങ്ങനെയാണെങ്കിൽ വി എന്താവും? ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഒരു കട്ട് വെർട്ടെക്സ് ആയിരിക്കും. ഇനി വി എന്ന് പറയുന്ന വെർട്ടെക്സിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ജി ഡിസ്കണക്റ്റഡ് ആവുകയാണെങ്കിൽ അവിടെ എന്താണ്? നമ്പർ ഓഫ് കമ്പോണൻസ് എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്ന സബ് ഗ്രാഫ് ഇറ്റ് വിൽ ഹാവ് മോർ കണക്റ്റഡ് കമ്പോണൻസ് ദാൻ ദ ഒറിജിനൽ ഗ്രാഫ് ജി ഹാസ്. ഇനി കട്ട് വെർട്ടെക്സിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് G1 തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് G1 ഈ ഒരു വെർട്ടെക്സ് വി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വെർട്ടെക്സ് വി നമ്മൾ ഈ ഗ്രാഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് G1 നിന്നും വെർട്ടെക്സ് വി ഡിലീറ്റ് ചെയ്തു. സോ വി വിൽ ഗെറ്റ് G1 മൈനസ് വി. ഈ G1 മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? നമ്മൾ വി എന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ വെർട്ടെക്സ് ഡിലീറ്റഡ് സബ് ഗ്രാഫ് എന്ന് ഡിഫൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഒരു വെർട്ടെക്സ് നമ്മളൊരു ഗ്രാഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ വെർട്ടെക്സിലേക്ക് വരുന്ന എല്ലാ എഡ്ജസിനെയും നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. സോ ഇവിടെ വിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. സോ വി എന്ന വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ വിയിലേക്ക് വരുന്ന എല്ലാ എഡ്ജസുകളെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ G1 മൈനസ് വി എന്താ ഉണ്ടാവുക? സോ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ദിസ് ഈസ് ദ ഗ്രാഫ് G1 മൈനസ് വി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ G1 എത്ര കമ്പോണൻസ് ഉണ്ട്? G1 ഹാസ് ഓൺലി വൺ കമ്പോണൻറ്റ്. ഒമേഗ ഓഫ് G1 എന്താണ്? 1 ആണ്. ആൻഡ് ഒമേഗ ഓഫ് G1 മൈനസ് വി, G1 മൈനസ് വിയിൽ എത്ര കമ്പോണൻസ് ഉണ്ട്? 1 2 3 കമ്പോണൻസ് ഉണ്ട് അല്ലേ? സോ ഈ വി എന്ന് പറയുന്ന എന്താണ്? ഒരു കട്ട് വെർട്ടെക്സ് ആണ്. കാരണം എന്താണ്? ഒമേഗ ഓഫ് G1 മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് G1 ആണ്. സോ വി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ദ ഗ്രാഫ് G1. ഇനി ഈ ഗ്രാഫ് G2 നോക്കൂ. ഈ G2 പറയുന്ന ഈ ഗ്രാഫിന് ഇറ്റ് ഹാസ് നോ കട്ട് വെർട്ടെക്സ്. നമുക്ക് ഇതിൽ ഏതൊരു വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് കമ്പോണൻസിൻ്റെ എണ്ണത്തിൽ നമ്പർ ഓഫ് കമ്പോണൻസ് കൂടുന്നില്ല. ഇവിടെ ഒമേഗ ഓഫ് G2 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി G2 ഏതൊരു വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കമ്പോണൻസിൻ്റെ, കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ. സോ ഈ ഗ്രാഫിന് എന്തില്ല? ഇറ്റ് ഹാസ് നോ കട്ട് വെർട്ടെക്സ്. നെക്സ്റ്റ് തിയറം 2.19. Let V be a vertex of the connected graph G. Then V is a cut vertex of G if and only if there are two vertices U and W of G, both different from V, such that V is on every UW path in G. ഓക്കെ. സോ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ജി എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ആ കണക്റ്റഡ് ഗ്രാഫിലെ ഒരു വെർട്ടെക്സ് ആണ് വി. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറയുന്നത് ഒരു കട്ട് വെർട്ടെക്സ്. വി ഇസ് എ കട്ട് വെർട്ടെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. വി ഇസ് എ കട്ട് വെർട്ടെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് there are two vertices U and W of G different from V such that V is on every UW path in G. അപ്പോൾ V കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ UW 2 vertices in G എടുത്തിട്ടുണ്ടെങ്കിൽ every UW path എന്ത് ചെയ്യും? ഇറ്റ് കണ്ടെയ്ൻസ് ദ വെർട്ടെക്സ് V. നേരെ തിരിച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. അതായത് ഒരു ഗ്രാഫ് G, അതിലെ 2 വെർട്ടെക്സ് U ആൻഡ് W നമ്മൾ ചൂസ് ചെയ്തു സച്ച് ദാറ്റ് എവറി UW പാത്ത് കണ്ടെയ്ൻസ് വി. U ടു Wയുടെ ഏതൊരു പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വി എന്താണെന്ന് പറയാം? വി ഇസ് എ കട്ട് വെർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ. സോ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫിൽ നമ്മൾ
first we let that V is a cut vertex. നമ്മൾ V ഒരു cut vertex of G ആണ് എന്ന് സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ we have to show that vertices U and W in G such that every UW path contains the vertex V. That is, V is on every UW path. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സപ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണ്, വി ഒരു കട്ട് വേർട്ടെക്സ് ആണെന്നാണ്. സോ വി ഒരു കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നമ്മൾ വി എന്ന് പറയുന്ന വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താവും, ഡിസ്കണക്റ്റഡ് ആവും. സോ ജി മൈനസ് വി എന്താണ്, ഇറ്റ് ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ആൻഡ് സോ ദർ ആർ വേർട്ടിസസ് യു ആൻഡ് ഡബ്ല്യു ഓഫ് ജി വിച്ച് ലൈ ഇൻ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ജി മൈനസ് വി. സോ ജി മൈനസ് വി എന്താണ്, ഇറ്റ് ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഹാസ് മോർ ദാൻ വൺ കമ്പോണൻറ്റ് അല്ലേ, ഒന്നിൽ കൂടുതൽ കമ്പോണൻറ്റ്സ് ഉണ്ട് ഈ ഗ്രാഫ് ജി മൈനസ് വിയിലേക്ക്. ഇനി ജി എന്ന് പറയുന്ന ഗ്രാഫിൽ വി അല്ലാത്ത എല്ലാ വേർട്ടെക്സുകളും ജി മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ഗ്രാഫ് ജി മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് വേർട്ടിസസ് യു ആൻഡ് ഡബ്ല്യു നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, യു അത് ഈ ജി മൈനസ് വിയിലെ ഒരു കമ്പോണൻറ്റിലും ഡബ്ല്യു അതിലെ വേറൊരു കമ്പോണൻറ്റിലും എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അതായത് ജി മൈനസ് വി ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്, അതായത് അതിന് മോർ ദാൻ വൺ കമ്പോണൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ ജി മൈനസ് വിയിൽ യു ഡബ്ല്യു എന്ന് പറയുന്ന രണ്ട് വേർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യും. അതിൽ യു ജി മൈനസ് വിയിലെ ഒരു കണക്റ്റഡ് കമ്പോണൻറ്റിലും ഡബ്ല്യു ജി മൈനസ് വിയിലെ വേറൊരു കണക്റ്റഡ് കമ്പോണൻറ്റിലും. Thus, although there is a path in G from U to W, there is no such path in G to G minus V. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ജി മൈനസ് വി എന്താണ്, അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് അല്ലേ. ഈ ജി മൈനസ് വിയിലെ ഒരു കമ്പോണൻറ്റിലുള്ള വേർട്ടെക്സ് ആണ് യു, വേറെ കമ്പോണൻറ്റിലുള്ള വേർട്ടെക്സ് ആണ് ഡബ്ല്യു. ഓക്കെ, ഇനി ജി എന്തായിരുന്നു, നമ്മൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് ജി മൈനസ് വിയിലെ കാര്യമാണ് ഈ പറഞ്ഞത്. ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്തായിരുന്നു, ഇറ്റ് വാസ് എ കണക്റ്റഡ് ഗ്രാഫ് അല്ലേ. സോ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ അതിൽ രണ്ട് വെർട്ടെക്സ് യു ഡബ്ല്യു എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു യു ഡബ്ല്യു പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ ജി മൈനസ് വിയിലെ രണ്ട് വെർട്ടിസസ് ആണ് യുവും ഡബ്ല്യുവും. അതിൽ യു എന്താണ്, ജി മൈനസ് വിയിലെ ഒരു കമ്പോണൻറ്റിലും ഡബ്ല്യു വേറൊരു കണക്റ്റഡ് കമ്പോണൻറ്റിലുമാണ്. അതുകൊണ്ട് തന്നെ യു ടു ഡബ്ല്യു എന്തുണ്ടാവണമെന്നില്ല, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ പാത്ത് ഫ്രം യു ടു ഡബ്ല്യു. കാരണം എന്താണ്, യു ഒരു കമ്പോണൻറ്റിലും ഡബ്ല്യു വേറൊരു കമ്പോണൻറ്റിലുമാണ്. This implies that every path in G from U to W contains the vertex V as required. പക്ഷേ ജിയിൽ ഒരു പാത്ത് യു ടു ഡബ്ല്യു പാത്ത് ഉണ്ട്, പക്ഷേ ജി മൈനസ് വിയിൽ യു ടു ഡബ്ല്യു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഇവിടെ ജിയും ജി മൈനസ് വിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ, ജിയിൽ നിന്നും വി എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ യു ടു ഡബ്ല്യു ഉണ്ടായിരുന്ന പാത്ത് ഈ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ പാത്ത് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്തത് അല്ലേ. അതായത് യു ടു ഡബ്ല്യു ഉള്ള ഏതൊരു പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ വി കണ്ടെയ്ൻ ചെയ്തിരുന്നു. ഇനി ഇതിൻ്റെ കൺവേഴ്സ് പാർട്ട് നോക്കാം. Conversely, we suppose that U and W are two vertices of G different from V such that every path in G from U to W contains V. So conversely നമ്മൾ എന്ത് സപ്പോസ് ചെയ്തു, U W എന്ന് പറയുന്ന രണ്ട് വേർട്ടിസസ് ഉണ്ട് ജിയിൽ, ആൻഡ് എവറി പാത്ത് ഇൻ ജി ഫ്രം യു ടു ഡബ്ല്യു, യു ടു ഡബ്ല്യു ഉള്ള എല്ലാ പാത്തും ജിയിലുള്ള എല്ലാ പാത്തും ഫ്രം യു ടു ഡബ്ല്യു ദേ കണ്ടെയ്ൻ ദ വെർട്ടെക്സ് V. Okay, then we have to show that V is a cut vertex. So ഇങ്ങനെ ആയതുകൊണ്ട് then there can be no path from U to W in G minus V. നമ്മൾ എങ്ങനെ എടുത്തിട്ടുള്ളത് യു ഡബ്ല്യു ജിയിലുള്ള രണ്ട് വേർട്ടെക്സ് ആണ്. എങ്ങനെയാണ്, such that every UW path contains the vertex V. ഓക്കെ, സോ യു ടു ഡബ്ല്യു ഉള്ള എല്ലാ പാത്തിലും എന്തുണ്ട്, ഈ വെർട്ടെക്സ് വി ഈ യു ടു ഡബ്ല്യു പാത്തുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജി മൈനസ് വി എന്ന ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ജി മൈനസ് വി എന്താണ്, ദ വെർട്ടെക്സ് വി നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ യു ടു ഡബ്ല്യു ഇങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം യു ടു ഡബ്ല്യു ഉള്ള എല്ലാ പാത്തും എന്താണ്, യു ടു ഡബ്ല്യു ഉള്ള എല്ലാ പാത്തും വി എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജി മൈനസ് വിയിൽ എന്തില്ല, വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഇല്ല. സോ യു ടു ഡബ്ല്യു പാത്തുകളൊന്നും എന്തിലുണ്ടാകാൻ പറ്റില്ല, ജി മൈനസ് വിയിൽ എക്സിസ്റ്റ് ചെയ്യില്ല. Thus G minus V is disconnected with U and W lying in different components. So G minus V disconnected ആണെങ്കിൽ V എന്താണെന്ന് പറയാം, V is a cut vertex എന്ന് പറയാം. Hence the proof. Next നോക്കൂ, no vertex of a complete graph is a cut vertex. ഓക്കെ, പറയുന്നത് എന്താണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേർട്ടെക്സും എന്താവില്ല, കട്ട് വേർട്ടെക്സ് ആവില്ല എന്നാണ് പറയുന്നത്.
ഞാൻ ഇവിടെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. K4 ആണ്. K4 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ കംപ്ലീറ്റ് ഗ്രാഫ് K4ൽ ഒരു വേർട്ടെക്സും എന്തല്ലാന്ന് കാണിക്കേണ്ടത് നമുക്ക് ഇതിൽ ഒരു വേർട്ടെക്സും എന്താവില്ല, കട്ട് വേർട്ടെക്സ് ആവില്ല എന്നാണ് പറയുന്നത്. സോ K4ൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഇങ്ങനെ കിട്ടുക അല്ലേ. സോ നമ്മൾ ഈ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഇതെന്താണ്, ദിസ് ഈസ് നോട്ട് ഡിസ്കണക്റ്റഡ്. സോ ഈ വേർട്ടെക്സ് എന്തല്ല, ഈ ഒരു വേർട്ടെക്സ് ഈ ഗ്രാഫ് K4ൻ്റെ കട്ട് വേർട്ടെക്സ് അല്ല. നമ്മൾ ബാക്കിയുള്ള ഏത് വേർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും എന്തല്ല എന്ന് നമുക്ക് കാണിക്കാൻ കഴിയും, കട്ട് വേർട്ടെക്സ് അല്ല എന്ന് കാണിക്കാൻ പറ്റും. കാരണം ദ റിസൾട്ടൻ ഗ്രാഫ് എന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി ഡിസ്കണക്റ്റഡ്. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 2.20. Let G be a graph with n vertices where n greater than or equal to 2. Then G has at least 2 vertices which are not cut vertices. Okay, G is a graph and it has n vertices, n greater than or equal to 2 ആണ്. Then we have to show that G has at least 2 vertices which are not cut vertices. So G ന് എന്തുണ്ട്, 2 vertices, അറ്റ്ലീസ്റ്റ് 2 vertices എന്തുണ്ടാവും, കട്ട് വേർട്ടിസസ് അല്ലാതെ വരും ഈ ഗ്രാഫ് ജിക്ക്. അതായത് ഒരു ഗ്രാഫ് ജി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ ഗ്രാഫ് ഇൻ വിച്ച് എവറി വെർട്ടെക്സ് ഈസ് എ കട്ട് വെർട്ടെക്സ്. എല്ലാ വെർട്ടെക്സും കട്ട് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രാഫും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് എങ്കിലും ഉണ്ടാവും കട്ട് വെർട്ടിസസ് അല്ലാത്ത. സോ നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താണ്, ഒരു ഗ്രാഫ് ജി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ്, കട്ട് വേർട്ടിസസ് അല്ലാത്ത അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ് എങ്കിലും ആ ഗ്രാഫിന് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കാണിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രാഫ് ജി, വി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് വി പ്രൊസീഡ് ബൈ അസ്യൂമിങ് ദ റിസൾട്ട് ഈസ് ഫാൾസ് ഫോർ ജി. അതായത് നമ്മൾ തിയറത്തിൽ പറയുന്ന ആ റിസൾട്ട് ഫാൾസ് ആണ് എന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. തിയറത്തിൽ പറഞ്ഞിരുന്നത് അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ് എങ്കിലും ഉണ്ടാവും വിച്ച് ആർ നോട്ട് കട്ട് വേർട്ടിസസ്, കട്ട് വേർട്ടിസസ് അല്ലാത്ത അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ് ഉണ്ടാകും എന്നാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നത്. വി അസ്യൂം ദാറ്റ്, നമ്മൾ ആ റിസൾട്ട് ഫോൾസ് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ വി അസ്യൂം ദാറ്റ് ദർ ഈസ് അറ്റ്മോസ്റ്റ് 1 വേർട്ടെക്സ് ഇൻ ജി വിച്ച് ഈസ് നോട്ട് എ കട്ട് വേർട്ടെക്സ്. സോ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്, കട്ട് വേർട്ടെക്സ് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ കട്ട് വേർട്ടെക്സ് അല്ലാത്ത അറ്റ്മോസ്റ്റ് 1 വേർട്ടെക്സേ ഉള്ളൂ. ഓക്കെ, അറ്റ് ദ മോസ്റ്റ് 1 വേർട്ടെക്സേ ഉള്ളൂ, കട്ട് വേർട്ടെക്സ് അല്ലാത്ത അറ്റ്മോസ്റ്റ് 1 വേർട്ടെക്സേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നൗ ലെറ്റ് യു വി ബി വേർട്ടിസസ് ഇൻ ജി സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് d of u comma v between them is the greatest of distance between pairs of vertices in G. Okay, സോ ഇവിടെ നമ്മൾ യു വി എന്ന് പറയുന്ന 2 വെർട്ടിസസ് എടുത്തു ഇൻ ജി എന്ന ഗ്രാഫിൽ, സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി, ഡി ഓഫ് യു കൊമ്മ വി. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്താണ്, ബിറ്റ്വീൻ ദം ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പെയേഴ്സ് ഓഫ് വേർട്ടിസസ് ഇൻ ജി. ജിയിലെ എല്ലാ വേർട്ടിസസും, എല്ലാ പെയർ ഓഫ് വേർട്ടിസസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പെയർ ഓഫ് വേർട്ടിസസ് ആയിട്ടാണ് യു വി എന്ന് ചൂസ് ചെയ്തത്. അതായത് യു ടു വി ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ആ ഗ്രാഫിലെ ബാക്കി ഏത് 2 വേർട്ടിസസ് എടുത്തിട്ടുണ്ടെങ്കിലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും വലുതായിരിക്കും. Now here our graph G is a connected graph and it has at least 2 vertices u and v. Okay, such that u not equal to v. നമ്മുടെ ഗ്രാഫ് ജി എന്താണ്, അതൊരു കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ്. അതിന് അറ്റ് ലീസ്റ്റ് 2 വേർട്ടിസസ് എങ്കിലും ഉണ്ടാവും, കാരണം നമ്മളവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് ചൂസ് ചെയ്തത്. സോ അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഈ 2 വേർട്ടിസസ് ആണ് യു വി എന്ന് നമ്മൾ ചൂസ് ചെയ്തു, യു നോട്ട് ഈക്വൽ ടു വി. ദിസ് ബൈ അവർ അസംഷൻ വൺ ഓഫ് ദീസ് 2 വേർട്ടിസസ് മസ്റ്റ് ബി എ കട്ട് വേർട്ടെക്സ്, സേ വി. സോ നമുക്കിവിടെ എന്ത് കിട്ടി, ഗ്രാഫ് ജി ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ്, അറ്റ്ലീസ്റ്റ് അതിന് 2 വേർട്ടിസസ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്ന് കാണിച്ചു, യു നോട്ട് ഈക്വൽ ടു വി. നമ്മൾ അസംഷൻ പ്രകാരം അങ്ങനെയാണെങ്കിൽ ഈ യു ആൻഡ് വി എന്താണ്, 2 ഡിഫറെൻറ്റ് വേർട്ടിസസ് ആണല്ലേ, 2 വേർട്ടിസസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വേർട്ടിസ് എന്താവണം, നമ്മൾ അസംഷൻ പ്രകാരം അതൊരു കട്ട് വേർട്ടെക്സ് ആണ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു, ദർ ഈസ് അറ്റ്മോസ്റ്റ് 1 വേർട്ടെക്സ് വിച്ച് ഈസ് നോട്ട് എ കട്ട് വേർട്ടെക്സ്, കട്ട് വേർട്ടെക്സ് അല്ലാത്ത അറ്റ്മോസ്റ്റ് 1 വേർട്ടെക്സേ വരാൻ കഴിയുള്ളൂ. സോ ഇവിടെ നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് യു ആൻഡ് വി കിട്ടി. ഇതിൽ കട്ട് വേർട്ടെക്സ് അല്ലാതെ വരാൻ പറ്റുന്നത് അറ്റ്മോസ്റ്റ് 1 എന്നാണ് പറഞ്ഞത്. സോ ഒറ്റൊന്ന് മാത്രമേ, മാക്സിമം 1
ഉള്ളൂ കട്ട് വെർട്ടെക്സ് അല്ലാതെ വരാൻ പറ്റുക. അപ്പോൾ ആ കട്ട് വെർട്ടെക്സ് ആയിട്ട് നമ്മൾ വിനെ ചൂസ് ചെയ്തു. അങ്ങനെ ഇവിടെ വി ഒരു കട്ട് വെർട്ടെക്സ് ആണ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ വി ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ ജി മൈനസ് വി എന്തായിരിക്കും? ജി മൈനസ് വി ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് സോ ദർ ഇസ് എ വെർട്ടെക്സ് W in G which does not belong to the same component as U does in G minus V. സോ G minus V ഡിസ്കണക്റ്റഡ് ആണ്. ഡിസ്കണക്റ്റഡ് പറഞ്ഞാൽ അതിന് ഒന്നിൽ കൂടുതൽ കണക്റ്റഡ് കമ്പോണൻസ് എക്സിസ്റ്റ് ചെയ്യും. സോ ഇതിൽ എന്തുണ്ടാവും? ഇറ്റ് വിൽ ഹാവ് എ വെർട്ടെക്സ് W in G which does not belong to the same component as U does. U എന്താണ്? G minus Vയിലെ ഒരു വെർട്ടെക്സ് ആണ്. അത് G minus V ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് U എന്തായിരിക്കും? G minus Vയിലെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൽ വരുന്ന വെർട്ടെക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ U വരുന്ന കമ്പോണൻറ്റിൽ അല്ലാതെ വേറൊരു കമ്പോണൻറ്റിൽ W എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഈ G എന്ന് പറയുന്ന ഗ്രാഫിന് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ യുവും ഡബ്ല്യുവും എന്താണ്? ജി മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫിലെ രണ്ട് ഡിഫറെൻറ്റ് കമ്പോണൻസിൽ വരുന്ന വേർട്ടിസസ് ആണ് യുവും ഡബ്ല്യുവും. ആൻഡ് ജി മൈനസ് വി ഡിസ്കണക്റ്റഡുമാണ്. സോ ഈ യുവും വി ഡബ്ല്യുവും രണ്ട് ഡിഫറെൻറ്റ് കമ്പോണൻസിൽ വരുന്ന വെർട്ടിസസ് ആയതുകൊണ്ട് തന്നെ ഒരു യു ഡബ്ല്യു എന്താണ് എക്സിസ്റ്റ് ചെയ്യില്ല. യു ഡബ്ല്യു പാത്ത് ജി മൈനസ് ബിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, സോ ജി മൈനസ് ബിയിൽ ദർ ഈസ് നോ യു ഡബ്ല്യു പാത്ത്. നമ്മൾ ജി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജി എന്തായിരുന്നു? അതൊരു കണക്റ്റഡ് ഗ്രാഫ് ആയിരുന്നു. അപ്പോൾ അതിലെ രണ്ട് വെർട്ടെക്സ് ആയ യുവും ഡബ്ല്യുവും തമ്മിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു യു ഡബ്ല്യു പാത്ത് ഇൻ ജി എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ജി മൈനസ് വിയിൽ എത്തിയപ്പോൾ അതിലെന്ത് ചെയ്യുന്നില്ല? ഇങ്ങനൊരു പാത്ത് ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ജിയിൽ നിന്നും നമ്മൾ ഈ വെർട്ടെക്സ് വി ഡിലീറ്റ് ചെയ്തപ്പോഴേക്കും എന്തായി? ഒരു യു ടു ഡബ്ല്യു പാത്ത് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന യു ടു ഡബ്ല്യു പാത്ത് ജി മൈനസ് വിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. അതിനർത്ഥം എന്താണ്? എവരി യു ഡബ്ല്യു പാത്ത് ഇൻ ജി കണ്ടെയ്ൻസ് ദ വെർട്ടെക്സ് വി. ഇറ്റ് ഫോളോസ് ഫ്രം ദിസ് ദാറ്റ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ജി ഫ്രം യു ടു ഡബ്ല്യു കണ്ടെയ്ൻസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം യു ടു വി ആൻഡ് ദിസ് കോൺട്രഡിക്ഷൻ കംപ്ലീറ്റ്സ് അവർ പ്രൂഫ്. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? യു ടു ഡബ്ല്യു എവരി യു ടു ഡബ്ല്യു പാത്ത് ഇൻ ജി കണ്ടെയ്ൻസ് ദ വെർട്ടെക്സ് വി വി. സോ യു ടു ഡബ്ല്യു ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യും? ഇറ്റ് കണ്ടെയ്ൻസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം യു ടു വി. കാരണം എന്താണ്? എവരി യു ഡബ്ല്യു പാത്ത് കണ്ടെയ്ൻസ് ദ വെർട്ടെക്സ് വി ആണ്. ഓക്കെ, സോ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം യു ടു ഡബ്ല്യു കണ്ടെയ്ൻസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം യു ടു വി. പക്ഷെ നമ്മൾ യുവും വിയും എങ്ങനെയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്? നമ്മൾ യുവും വിയും ചൂസ് ചെയ്തിരുന്നത് യു വി ബി വെർട്ടിസസ് ഇൻ ജി സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഡി ഓഫ് യു കൊമ വി ബിറ്റ്വീൻ ദം ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പെയേഴ്സ് ഓഫ് വെർട്ടിസസ് ഇൻ ജി. ജിയിലുള്ള എല്ലാ പെയർ ഓഫ് വെർട്ടിസസും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഡിസ്റ്റൻസ് യു ടു വി ആ രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു പെയർ ആയിട്ടാണ് നമ്മൾ യു ആൻഡ് വി എന്ന് പറയുന്ന വെർട്ടിസസിനെ ചൂസ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഗ്രാഫ് ജിയിലെ ഏത് രണ്ട് വേർട്ടിസസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും എല്ലാം ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് തമ്മിലുള്ള രണ്ട് വേർട്ടിസസ് ആയിട്ടാണ് യുവും വിയും നമ്മൾ ചൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? യു ടു ഡബ്ല്യു ഉള്ള പാത്തിൽ ഈ യു ടു വി എന്ന് പറയുന്ന പാത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കിട്ടിയത്. അതെന്താണ്? നമ്മൾ യു വി എന്ന് പറയുന്നത് യുവും വിയും ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസിൽ കിടക്കുന്ന രണ്ട് പാത്ത് വേർട്ടിസസ് ആണ് എന്ന് പറയുന്നതിനായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ ആണ്. സോ ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? കോൺട്രഡിക്ഷൻ വന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി അസ്യൂംഡ് ദാറ്റ് there is at most one vertex in G which is not a cut vertex. Cut vertex അല്ലാത്ത at most one vertex ഉള്ളൂ ജിയിൽ എന്ന് കൺസിഡർ ചെയ്തതുകൊണ്ടാണ്. സോ അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. സോ നമ്മൾ അസംഷൻ തെറ്റാണ്. അതായത് there is at least two vertices which are not cut vertices in a graph G. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു ടേമാണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ലെറ്റ് G be a simple graph. The vertex connectivity of G denoted by kappa of G is the smallest number of vertices in G whose deletion from G leaves either a disconnected graph or K1. ഓക്കെ, സോ കണക്ടിവിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ ഗ്രാഫ് ജിയിലാണ് നമ്മൾ കണക്ടിവിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ കണക്ടിവിറ്റി അല്ലെങ്കിൽ വെർട്ടെക്സ് കണക്ടിവിറ്റി ഓഫ് എ ഗ്രാഫ് ജി അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പ ഓഫ് ജി എന്നാണ്. ഇനി അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്മോളസ്റ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ ജി ഹൂസ് ഡിലീഷൻ ഫ്രം ജി ലീവ്സ് എയ്തർ എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഓർ K1. സോ ഈ ജിയിൽ നിന്ന് നമ്മൾ വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. സോ
എത്ര നമ്പർ ഓഫ് വേർട്ടിസസിനെ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രാഫ് ജി എന്താവുക, ഒന്നെങ്കിൽ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുക, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ വൺ വെർട്ടെക്സ് K1 കിട്ടുന്നത്. ആ എണ്ണം വെർട്ടിസസിൻ്റെ ആ എണ്ണത്തിനെയാണ് നമ്മളൊരു ഗ്രാഫ് ജീൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് ജി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രാഫ് ജിയിൽ ഫസ്റ്റ് ഈ വേർട്ടെക്സ് വി നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. സോ ഈ വേർട്ടെക്സ് വി ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം, ആ വേർട്ടെക്സ് വിയിലേക്ക് വരുന്ന വേർട്ടിസസുകളും എഡ്ജസുകളും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. സോ വേർട്ടെക്സ് വി ഡിലീറ്റ് ചെയ്യുമ്പോൾ ജി മൈനസ് വി എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രാഫാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ് ജി മൈനസ് വി. ഇത് W എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇത് U എന്ന് പറയുന്ന വെർട്ടെക്സ്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ G മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്നും U എന്ന് പറയുന്ന വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തു. സോ U ഡിലീറ്റ് ചെയ്യുമ്പോൾ യുയിലേക്ക് വരുന്ന എഡ്ജസുകളും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. സോ ബാക്കി അവിടെ എന്താ ഉണ്ടാവാം, G മൈനസ് വി U എന്ന് പറയുന്ന ഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ സെൻറ്ററിൽ വരുന്ന വെർട്ടെക്സ് ആണ് W. ഇനി ഞാൻ ഈ W എന്ന് പറയുന്ന വെർട്ടെക്സിനെ കൂടി ഡിലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് G മൈനസ് വി U, Wനെ കൂടി ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ കണ്ടു ഇവിടെ വി എന്ന് പറയുന്ന വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് G മൈനസ് വി എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ്. ഈ ഗ്രാഫ് എന്താണ്, ദിസ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് അല്ലേ. സോ എന്താണ്, ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്, ഒരു കണക്റ്റഡ് ഗ്രാഫ് തന്നെയാണ് കിട്ടിയത്. സോ ഇതിൻ്റെ കാപ്പ ഓഫ് ജി എന്തല്ല, 1 അല്ല. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, യു എന്ന് പറയുന്ന വെർട്ടെക്സും ഡിലീറ്റ് ചെയ്തു. സോ യു എന്ന് പറയുന്ന വെർട്ടെക്സ് കൂടി ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, G മൈനസ് വി U എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ്. ഈ ഗ്രാഫ് എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. സോ രണ്ട് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തപ്പോഴും നമുക്കൊരു കണക്റ്റഡ് ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ മിഡിൽ വരുന്ന W എന്ന് പറയുന്ന വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തു. ആ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന എഡ്ജസ് കൂടി ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതായത് G മൈനസ് വി U, W ഈ 3 വെർട്ടെക്സും ഡിലീറ്റ് ചെയ്തു. സോ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ, 2 വെർട്ടെക്സുകളേ ഉള്ളൂ. ഈ ഗ്രാഫ് എന്താണ്, ദിസ് ഗ്രാഫ് ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. സോ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടി. അതായത് G എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്നും വി U, W 3 വെർട്ടെക്സുകളെ നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടി. ദെർഫോർ കാപ്പ ഓഫ് G എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 3. നെക്സ്റ്റ്, for n greater than or equal to 2, the deletion of any vertex from Kn results in Kn minus 1 and deletion of t vertices result in Kn minus t, that is kappa of Kn equal to n minus 1. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് Kn നിന്നും, Kn എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വേർട്ടിസസ് ആണ്. അതിൽ നിന്നും നമ്മൾ ഒരു വേർട്ടെക്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, Kn മൈനസ് 1 ആണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. അതായത് കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n മൈനസ് 1 വേർട്ടിസസ്. സോ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വേർട്ടിസസിൽ നിന്നും നമ്മൾ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n മൈനസ് 1 വേർട്ടിസസ്. ഒരു എക്സാമ്പിൾ നോക്കാം. K4 എന്നെടുത്തു. K4 എന്താണ്, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 4 വേർട്ടിസസ്. ഇതിൽ നിന്നും ഞാനൊരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തത്, ഈ വേർട്ടെക്സ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. ആ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന എന്തുകൂടി ഡിലീറ്റ് ചെയ്യണം, എഡ്ജസ് കൂടി ഡിലീറ്റ് ചെയ്യണം. സോ നമുക്ക് എന്താ കിട്ടുക, ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. സോ ഈ ഗ്രാഫ് എന്താണ്, ദിസ് ഗ്രാഫ് ഈസ് ദ കംപ്ലീറ്റ് ഗ്രാഫ് K3 എന്ന് പറയുന്ന ഗ്രാഫാണിത്. സോ K4ൽ നിന്നും ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, K4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു K3 എന്ന് പറയുന്ന ഗ്രാഫാണ്, കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 3 വേർട്ടിസസ്. ഇനി K3യിൽ നിന്നും നമ്മൾ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് നോക്കും, അപ്പോൾ നമുക്ക് K2 കിട്ടും. K2ൽ നിന്നും ഒന്ന് ഡിലീറ്റ് ചെയ്താൽ K1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല, കാരണം എന്താണ്, K1 ഫസ്റ്റ് K1 എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. സോ Knൽ നിന്നും ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ Kn മൈനസ് 1 കിട്ടും. അപ്പോൾ അതേപോലെ നമുക്ക് Knൽ നിന്നും T വെർട്ടിസസ്, ഒരു വെർട്ടെക്സിന് പകരം T വെർട്ടിസസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, വി വിൽ ഗെറ്റ് Kn മൈനസ് T. ഓക്കെ, Kn മൈനസ് T എന്ന് കിട്ടും. ആൻഡ് ദെൻ വി ക്യാൻ സേ ദാറ്റ് കാപ്പ ഓഫ് Kn, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് Kn ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ടിവിറ്റി എന്തായിരിക്കും, ഈക്വൽ ടു n മൈനസ് 1 ആയിരിക്കും. നമുക്ക് ഈ K4ൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ കാപ്പ ഓഫ് K4 എന്തായിരുന്നു, നമ്മൾ കാപ്പ കണക്ടിവിറ്റി ഡിഫൈൻ ചെയ്തിരുന്നത്, സ്മോളസ്റ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് ടു ബി ഡിലീറ്റഡ് സോ ദാറ്റ് ദ ഗ്രാഫ് ബിക്കംസ് എയ്തർ ഡിസ്കണക്റ്റഡ് ഓർ വി ഗെറ്റ് ദ ഗ്രാഫ് K1.
ഒന്നെങ്കിൽ K1 അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റഡ് ആവുന്നത് വരെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട നമ്പർ ഓഫ് വെർട്ടിസസിൻ്റെ എണ്ണമാണ് ഈ കണക്ടിവിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ K4 നമ്മൾ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തപ്പോൾ അത് കണക്റ്റഡ് ആണ്, 2 വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തപ്പോഴും അത് കണക്റ്റഡ് ആണ്, മൂന്നാമത്തെ ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് K1 ആണ് എന്ന് കിട്ടി. സോ ഇതിൻ്റെ കണക്ടിവിറ്റി എന്താണ്? ഇറ്റ് ഈസ് 3. നമുക്ക് കിട്ടുന്ന ഗ്രാഫ് വെർട്ടിസസിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ അത് ഡിസ്കണക്റ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ K1 ആയിരിക്കണം. നമുക്ക് കാപ്പ ഓഫ് K4 ഈക്വൽ ടു 3 ആണെന്നാണ് കിട്ടിയത്, അതായത് 4 മൈനസ് 1. സോ കാപ്പ ഓഫ് Kn എന്താണ്? ഇസ് ഈക്വൽ ടു n-1. നെക്സ്റ്റ്, എ കണക്റ്റഡ് ഗ്രാഫ് G ഹാസ് കാപ്പ ഓഫ് G ഈക്വൽ ടു 1, അതായത് ഇറ്റ്സ് കണക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1 if and only if either G is equal to K2 or G has a cut vertex. ഇപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫ്, ഒരു കണക്റ്റഡ് ഗ്രാഫ് അതിൻ്റെ കണക്ടിവിറ്റി കാപ്പ ഓഫ് G 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു കണക്റ്റഡ് ഗ്രാഫ് അതിൻ്റെ കണക്ടിവിറ്റി കാപ്പ ഓഫ് G 1 ആണ്. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ദിസ് ഈസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് G ഇസ് ഈക്വൽ ടു K2. G K2 ആണെങ്കിൽ, K2 എന്ന് പറയുന്ന ഗ്രാഫ് ഏതാണ്? ദിസ് ഈസ് ദ ഗ്രാഫ് K2. സോ G K2 ആണെങ്കിൽ ഇതിൻ്റെ കണക്ടിവിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഇവിടുന്ന് ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും, ദാറ്റ് ഈസ് K1. സോ ഇതിൻ്റെ കണക്ടിവിറ്റി എന്താണ്? 1 ആണ്. സോ കാപ്പ ഓഫ് G ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എയ്തർ G എന്തായിരിക്കണം? G ഷുഡ് ബി ഈക്വൽ ടു K2, അല്ലെങ്കിൽ പിന്നെ G ഓർ ജിക്ക് എന്ത് വേണം? ഒരു കട്ട് വെർട്ടെക്സ് വേണം അല്ലേ? സോ ജിക്ക് ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഗ്രാഫ് എന്താവും? ഡിസ്കണക്റ്റഡ് ഗ്രാഫാവും. അങ്ങനെയാണ് നമ്മൾ കട്ട് വെർട്ടെക്സിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. സോ കണക്ടിവിറ്റി കാപ്പ ഓഫ് G 1 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ആ ഗ്രാഫ് എന്താവണം? ഇറ്റ് ഷുഡ് ബി ദ ഗ്രാഫ് K2, അല്ലെങ്കിൽ ആ ഗ്രാഫ് ജിക്ക് എന്ത് വേണം? ഒരു കട്ട് വെർട്ടെക്സ് വേണം. നെക്സ്റ്റ്, കാപ്പ ഓഫ് G ഈക്വൽ ടു 0, കണക്ടിവിറ്റി ഈക്വൽ ടു 0 if and only if either G is equal to K1 or G is disconnected. സോ കാപ്പ ഓഫ് G 0 ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഒന്നെങ്കിൽ G ഈക്വൽ ടു K1 ആവണം, അല്ലെങ്കിൽ G എന്താണ്? ഡിസ്കണക്റ്റഡ് ആവണം. കണക്ടിവിറ്റീൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതെന്തായിരുന്നു? സ്മോളസ്റ്റ് നമ്പർ ഓഫ് vertices to be deleted from a graph so that the graph become either disconnected or the graph K1. സോ ഈ K1 എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ K1-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ട? ഒരു വെർട്ടെക്സും റിമൂവ് ചെയ്യേണ്ട ടു ഗെറ്റ് K1. സോ കണക്ടിവിറ്റി ഓഫ് K1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഓൾറെഡി ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്, അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു വെർട്ടെക്സും ഡിലീറ്റ് ചെയ്യേണ്ടതില്ല, അത് വീണ്ടും ഡിസ്കണക്റ്റഡ് ആക്കാൻ അല്ലേ? ദറ്റ് ഈസ് ഓൾറെഡി ഡിസ്കണക്റ്റഡ്. സോ അതിൻ്റെ കണക്ടിവിറ്റി നമുക്ക് എന്തായിട്ട് പറയാം? ഈക്വൽ ടു 0 എന്ന് പറയാം. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. എ സിമ്പിൾ ഗ്രാഫ് G ഈസ് കാൾഡ് n കണക്റ്റഡ് where n greater than or equal to 1 if kappa of G is greater than or equal to n. ഒരു സിമ്പിൾ ഗ്രാഫ് G അതിന് നമ്മൾ n കണക്റ്റഡ് എന്ന് എപ്പോഴാണ് പറയുക? ഇറ്റ് ഈസ് കോൾഡ് n കണക്റ്റഡ് ഇഫ് കാപ്പ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. കാപ്പ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആകുമ്പോൾ Gന്ന് നമുക്ക് എന്താണെന്ന് പറയാം? n കണക്റ്റഡ് ആണെന്ന് പറയാം. അതായത് നെക്സ്റ്റ്, G ഈസ് 1 കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് G ഈസ് കണക്റ്റഡ് ആൻഡ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ്. ഓക്കെ, നമ്മളൊരു സിമ്പിൾ ഗ്രാഫ് G അത് എപ്പോഴാണ് n കണക്റ്റഡ് ആണെന്ന് പറഞ്ഞത്? ഇഫ് ഇറ്റ്സ് കണക്ടിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. കപ്പ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആകുമ്പോഴാണ് ഒരു ഗ്രാഫ് n കണക്റ്റഡ് ആണെന്ന് പറയാം. സോ ഒരു ഗ്രാഫ് 1 കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ കണക്ടിവിറ്റി 1, 2, 3 എക്സെട്ര ഏത് നമ്പർ പറയും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന ഒരു ഗ്രാഫ് G. സോ ഒരു ഗ്രാഫ് Gൻ്റെ കണക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? G കണക്റ്റഡ് ആവണം. അതെന്തായാലും എന്താവണം? ഒരു കണക്റ്റഡ് ഗ്രാഫ് ആവണം. ആൻഡ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ്. അതിന് അറ്റ് ലീസ്റ്റ് 2 വെർട്ടിസസ് എങ്കിലും വേണം അല്ലേ? 2 വെർട്ടിസസ് എങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കൊരു വെർട്ടിസ് ഇതിന്ന് എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യാൻ കഴിയുക. ഓക്കെ, so a graph G is 1 connected if and only if G is connected and has at least 2 vertices. Next, G is 2 connected if and only if G is connected with at least 3 vertices but no cut vertices. So
സോ ടു കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ ഒരു ഗ്രാഫ് എപ്പോഴാണ് ടു കണക്റ്റഡ് ആവുക? ഇഫ് കപ്പ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കപ്പ ഓഫ് എൻ്റെ കണക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന കേസിലാണ് ജി ഈസ് ടു കണക്റ്റഡ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് എന്താ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഗ്രാഫ് ജി ടു കണക്റ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് കണക്റ്റഡ്. ഓക്കെ, സോ ജി കണക്റ്റഡ് ആവണം ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസ്. കാരണം അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസ് അതിന് വേണം. കാരണം ടു കണക്റ്റഡ് ആവുക പറഞ്ഞാൽ അതിൻ്റെ കണക്ടിവിറ്റി 2, 3, 4 എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. സോ അറ്റ്ലീസ്റ്റ് അതിന് എന്ത് വേണം? 3 വേർട്ടീസസ് വേണം. എന്നാലും നമുക്കതിന് 2 വേർട്ടീസസ് എങ്കിലും ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? സോ ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസ് ബട്ട് നോ കട്ട് വേർട്ടക്സ്. പക്ഷേ അതിന് എന്തുണ്ടാവാൻ പാടില്ല? കട്ട് വേർട്ടക്സ് ഉണ്ടാവാൻ പാടില്ല. കട്ട് വേർട്ടക്സ് ഉണ്ടായാൽ എന്താണ്? നമ്മൾ ആ ഒരു കട്ട് വേർട്ടക്സിനെ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി, ആ ഒരു വേർട്ടക്സ് വീനെ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഗ്രാഫ് എന്താവും? ഡിസ്കണക്റ്റഡ് ആവും. സോ ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കപ്പ ഓഫ് ജി അപ്പോൾ എന്താവും? 1 എന്ന് കിട്ടും. സോ നമ്മളെ ഗ്രാഫ് ജി എന്താവണം? ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസ്, പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എ കട്ട് വേർട്ടക്സ്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്. ലെറ്റ് യു ആൻഡ് വി ബി 2 വേർട്ടീസസ് ഓഫ് എ ഗ്രാഫ് ജി. എ കളക്ഷൻ set P0, P1, P2, etc. Pn of UV paths is said to be internally disjoint if given any distinct pair Pi and Pj in the collection. U and V are the only vertices Pi and Pj have in common. ഡെഫിനിഷനിൽ ഇതാണ് പറയുന്നത്. ഒരു ഗ്രാഫ് ജി അതിലുള്ള 2 വേർട്ടിസസ് ആണ് യുവും വിയും. ആൻഡ് ഈ യു വി പാത്തുകളുടെ ഒരു കളക്ഷൻ നമ്മൾ ചൂസ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മളിവിടെ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് അതിലെ 2 വേർട്ടിസസ് ആണ് യുവും വിയും. ഇനി ഈ ഗ്രാഫ് ജിയിലെ യു വി പാർട്സിൻ്റെ ഒരു കളക്ഷൻ എടുത്തു. Pi, P2 എക്സെട്ര Pn. ഇതിൽ ഓരോ Piകളും എന്താണ്? യു വി പാത്തുകളാണ്. ഓക്കെ, P1 ഇസ് എ യു വി പാത്ത്, P2 ഇസ് എ യു വി പാത്ത്, അങ്ങനെ Pn എല്ലാം എന്താണ്? യു വി പാത്താണ്. അങ്ങനെ ഈ യു വി പാത്തുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ ഓഫ് യു വി പാത്സ്, വി സേ ദാറ്റ് ദിസ് കളക്ഷൻ ഓഫ് യു വി പാത്ത് ഈസ് ഇന്റേർണലി ഡിസ്ജോയിൻറ്റ് ഇഫ് given any distinct pair Pi and Pj in the collection, U and V are the only vertices Pi and Pj have in common. സോ അത് ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് എന്ന് എപ്പോഴാണ് പറയുക? നമ്മൾ അതിലെ ഏതെങ്കിലും 2 പാത്ത് യു വി പാത്ത് ചൂസ് ചെയ്തു. Pi, Pj എന്ന് പറയുന്ന 2 യു വി പാത്ത്, ഡിസ്റ്റിങ്ക്റ്റ് യു വി പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ Piൻ്റെയും Pjയുടെയും ഓൺലി കോമൺ പോയിൻ്റ് യു ആൻഡ് വി ആണെങ്കിൽ ഈ Pi ആൻഡ് Pj നമ്മൾ എന്ത് പറയും? ദേ ആർ ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു ഗ്രാഫ് ജി അതിലുള്ള 2 വേർട്ടിസസ് യുവും വിയും. ഈ യു വി പാത്തുകളുടെ ഒരു കളക്ഷനാണ് Pi, P1, P2 എക്സെട്ര Pn എന്ന് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കളക്ഷൻ ഓഫ് യു വി പാത്സ് ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് എന്ന് എപ്പോഴാണ് പറയുക? ഇഫ് അതിൽ നമ്മളൊരു പെയർ ഓഫ് പാത്ത് Pi, Pj എന്ന് പറയുന്ന 2 പാത്തിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ Pi ആൻഡ് Pj എന്ന് പറയുന്ന യു വി പാത്തുകളിലെ ഏക കോമൺ വേർട്ടിസസ് എന്ന് പറയുന്നത് യുവും വിയും മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? Pi ആൻഡ് Pj ആർ ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 2.21 വിറ്റ്നീസ് തിയറം. ലെറ്റ് ജി ബി എ സിമ്പിൾ ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ്. Then G is 2 connected if and only if for each pair of distinct vertices U and V of G there are 2 internally disjoint UV paths in G. സോ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രൂഫ് പഠിക്കാനില്ല. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ജി എന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫാണ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ്. അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫാണ് ജി. ദെൻ ജി ഈസ് 2 കണക്റ്റഡ്. ജി 2 കണക്റ്റഡ് ആവുന്ന കേസാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് ആണ്. സോ ജി ഈസ് 2 കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആ ഗ്രാഫ് 2 കണക്റ്റഡ് ആവുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? അതിലെ ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് യു വി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ പെയർ ഓഫ് വേർട്ടിസസ് യു വി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടണം? 2 ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് യു വി പാർട്സിങ് കിട്ടണം. ഈ യുക്കും വിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടണം? 2 ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള യു വി പാർട്സ് ഇൻ ജി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ജി എന്തായിരിക്കും? 2 കണക്റ്റഡ് ആയിരിക്കും.